സിസ്റ്റർ ഗ്ലോറിയ ഓണക്കുളം അനുസ്മരണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. രക്ഷകന്റെ പിറവിയിൽ മാലാഖമാർ പാടി ഗ്ലോറിയ ഗ്ലോറിയ. ഇതേ നാമം സ്വീകരിച്ച ഗ്ലോറിയ അമ്മയുടെ ജീവിതവും സമൂഹത്തിൽ സന്തോഷവും സമാധാനവും പകരുന്നതായിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ അതിരമ്പുഴ ഇടവകയിൽ പുരാതന പ്രസിദ്ധവും ദൈവവിളികളാൽ സമ്പന്നവുമായ ഓണംകുളം കുടുംബത്തിൽ ദേവസ്യ മറിയമ്മ ദമ്പതികളുടെ മൂന്നാമത്തെ സന്താനമായി കുഞ്ഞമ്മ 1936 മെയ് 1-ാം തീയതി പൂജാതിയായി. അടിയുറച്ച ദൈവവിശ്വാസവും ദൈവാശ്രയ ബോധവും മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ കുഞ്ഞമ്മ ചെറുപ്പം മുതൽ പ്രാർത്ഥന ജീവിതവ്രതമായി സ്വീകരിച്ച് തൻ്റെ ജീവിതത്തിലെ അനുകൂലവും പ്രതികൂലവുമായ ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ദിവികാരുണ്യനാഥന്റെ വിളി തിരിച്ചറിഞ്ഞ കുഞ്ഞമ്മ വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിൽ ചേർന്ന് തൻ്റെ സന്യാസ പരിശീലനം പൂർത്തിയാക്കി 1959 ഏപ്രിൽ 27-ന് വാഴപ്പള്ളി നിത്യാരാധന കപ്പേളയിൽ വെച്ച് ആദിവ്രത വാഗ്ദാനത്തിലൂടെ സിസ്റ്റർ മേരി ഗ്ലോറിയ എന്ന നാമം സ്വീകരിച്ചു. 1962 മെയ് 26-ന് അതിരമ്പുഴയിൽ വെച്ച് നിത്യവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥന് അമ്മ തന്നെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്തു. 1964 വാഴപ്പള്ളി TTIയിൽ നിന്നും TTC പാസ്സായ ഗ്ലോറിയ അമ്മ നലം തികഞ്ഞ ഒരു അധ്യാപികയായിരുന്നു. ശിഷ്യഗണങ്ങളോട് ആത്മാർത്ഥത പുലർത്തിയ അമ്മ വിദ്യാഭ്യാസ പ്രേക്ഷിത മേഖലയിലൂടെ തൻ്റെ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച് അനേകം കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ നന്മയുടെ പരിമളവും അറിവിൻ്റെ വെളിച്ചവും പകർന്നു. അതിരമ്പുഴ, കൂത്രപ്പള്ളി, മാമ്മൂട്, വണ്ടൻമേട്, ഇളങ്ങോയി എന്നിവിടങ്ങളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച അമ്മ തൻ്റെ ശാന്തമായ പെരുമാറ്റം കൊണ്ടും നർമ്മരസം കലർന്ന സംഭാഷണം കൊണ്ടും ആത്മാർത്ഥമായ സേവനം കൊണ്ടും ഏറെ ശിഷ്യഗണങ്ങളെ ദിവികാരുണ്യ ഈശോയോട് അടുപ്പിച്ചു. സുപ്പീരിയർ, കൗൺസിലർ, ജൂനിയർ മിസ്ട്രസ് എന്നീ തലങ്ങളിൽ സഭാ ശുശ്രൂഷ ചെയ്ത ഗ്ലോറിയാമ്മ തൻ്റെ സഹോദരങ്ങളോടും പ്രത്യേകിച്ച് ഇളം തലമുറയോടും വാത്സല്യം നിറഞ്ഞ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. ഹൃദയശാന്തതയും എളിമയും എന്നിൽ നിന്ന് കണ്ടു പഠിക്കുവിൻ എന്നരുൾ ചെയ്ത ഈശോയുടെ വചനത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ജീവിച്ച വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട ഗ്ലോറിയ അമ്മയുടേത്. ശാന്തത നിറഞ്ഞ ജീവിതശൈലി ഉണ്ടായിരുന്ന അമ്മ തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും നടപ്പിൽ പോലും ഒരു ചെറു പ്രാണിക്കോ മണ്ണിന് പോലും വേദനിക്കാതെ എല്ലാവരെയും സ്നേഹിക്കുകയും സൗമ്യമായി പെരുമാറുകയും ചെയ്തിരുന്നു. ഇളം തലമുറയോട് പ്രത്യേകമായ സ്നേഹവും കരുതലും വാത്സല്യവും ഗ്ലോറിയാമ്മ പ്രകടിപ്പിച്ചിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഈ 89-ാം വയസ്സിൽ പോലും അമ്മയുടെ മുറിയിൽ ചെന്ന് ഫോർമേഷനിലായിരിക്കുന്ന കുഞ്ഞുങ്ങളും ജൂനിയർ സിസ്റ്റേഴ്സും കൊച്ചു സീനിയേഴ്സും കയറി ഇറങ്ങി സഖിത്വം സ്ഥാപിച്ചിരുന്നത് തന്നെ ഇതിന് തെളിവായിരുന്നു. അമ്മ ആയിരുന്ന ഭവനങ്ങളിൽ സന്യാസ പരിശീലനം പൂർത്തിയാക്കിയ സഹോദരികൾ ഇന്നും അമ്മയുടെ ഈ കരുതലിനെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. വൃത്തിയും വെടിപ്പും കൃത്യനിഷ്ഠയുമുള്ള ചിട്ടയായ ജീവിതശൈലി തൻ്റെ അവസാന നാളുകൾ വരെയും അമ്മ പാലിച്ചിരുന്നു. ആരെയും പിണക്കാതെ സ്നേഹിച്ചിരുന്ന അമ്മ നിശബ്ദമായ സഹനത്തിലൂടെ തൻ്റെ ആത്മമണവാളന്റെ സഹനത്തോട് തൻ്റെ ജീവിതത്തെയും ചേർത്ത് വെച്ചു. വാഴപ്പള്ളി, മാമ്മൂട്, അതിരമ്പുഴ, ലായിക്കാട്, മല്ലപ്പള്ളി, കൂത്രപ്പള്ളി, അമലഗിരി എന്നീ ഭവനങ്ങൾ അമ്മയുടെ ശുശ്രൂഷാ കേന്ദ്രങ്ങളായിരുന്നു. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും എന്ന പ്രഭാഷക വചനം അമ്മയുടെ ജീവിതത്തിലുടനീളം അന്വർത്ഥമായിരുന്നു. 1966 കാലഘട്ടങ്ങളിൽ ഗ്ലോറിയ അമ്മയുടെ സഹോദരനായ സഹനദാസൻ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ബെനഡിക്റ്റ് ഓണക്കുളത്തിൽ അച്ഛൻ്റെ പേരിലുണ്ടായ കുറ്റാരോപണവും ശിക്ഷാ നടപടികളും ജയിൽവാസവും പിന്നീടുള്ള വിമോചനവും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിവുള്ളതാണല്ലോ.
എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഗ്ലോറിയ അമ്മയും ഈ സഹനങ്ങളെല്ലാം ഹൃദയത്തിൽ സ്വീകരിക്കുകയും ദിവികാരുടെ നാഥന് സമർപ്പിക്കുകയും സന്തോഷത്തോടെ സന്യാസ ജീവിതം പൂർത്തീകരിക്കുകയും ചെയ്തു. സഹോദരിമാരായ ഗ്ലോറിയ അമ്മയുടെയും അമലമ്മയുടെയും പുണ്യജീവിതമായിരിക്കാം അച്ഛൻ്റെ നിരപരാധിത്വം കാലക്രമേണ തെളിയാൻ ഇടയായത്. ഈ കാലഘട്ടത്തിൽ ആരാധനാ സന്യാസിനി സമൂഹം ഒന്നാകെ ഈ സഹോദരിമാരോട് ചേർന്ന് ത്യാഗപൂർവ്വം പ്രാർത്ഥിച്ചതിനെ കുറിച്ച് മുതിർന്ന അമ്മമാർ പറഞ്ഞിട്ടുള്ളത് ഈ സമയം ഞാൻ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗ്ലോറിയ അമ്മ ഇന്ന് ഈ ആൾക്കാരേക്ക് മുമ്പിൽ പ്രസന്നവദനയായി കിടക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൽ തൻ്റെ സഹനം മുഴുവൻ പൂർത്തിയാക്കി സ്വർഗീയ മണവാളനെ ദർശിക്കുകയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. തങ്ങളുടെ 5 മക്കളിൽ 4 പേരെയും തിരുസഭാ ശുശ്രൂഷയ്ക്കായി അയച്ച ഗ്ലോറിയ അമ്മയുടെ പരേതരായ മാതാപിതാക്കളെയും ബഹുമാനപ്പെട്ട ബെനഡിക്റ്റ് ഓണംകുളം അച്ഛനെയും അമ്മയുടെ ജ്യേഷ്ഠ സഹോദരനും വിജയപുരം രൂപതാംഗവുമായ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ഓണംകുളം അച്ഛനെയും നന്ദിയോടെ പ്രാർത്ഥനയിൽ ഓർക്കാം. വാർദ്ധക്യകാലത്ത് അമ്മയെ നിരന്തരം സന്ദർശിച്ച കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് സഹോദരൻ യൗസേപ്പച്ചനെയും കുടുംബാംഗങ്ങളെയും ആരാധനാ സഭ സ്നേഹത്തോടെയും നന്ദിയോടെയും ഓർക്കുന്നു. കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് അഭിമാനിക്കാം. ജീവിച്ചിരുന്നപ്പോൾ അമ്മ നിങ്ങളെ സ്നേഹിച്ചതുപോലെയും പ്രാർത്ഥിച്ചതുപോലെയും സ്വർഗത്തിലിരുന്നും നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥയായി അമ്മ പ്രാർത്ഥിക്കും. ഗ്ലോറിയ അമ്മയുടെ അവസാന നിമിഷം വരെയും കുഞ്ഞേച്ചിയോടൊപ്പം ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട അമലമ്മയെയും അമ്മയുടെ സഹോദരപുത്രിയായ സിസ്റ്റർ ടെസി ഓണംകുളത്തെയും സ്നേഹത്തോടെ ഓർക്കുന്നു. അമ്മയുടെ കുടുംബാംഗങ്ങളും ആരാധനാ സന്യാസിനി സമൂഹാംഗങ്ങളുമായ സിസ്റ്റർ ബെറ്റ്സി, സിസ്റ്റർ ആലി, സിസ്റ്റർ ജാൻസി ഓണംകുളം, സിസ്റ്റർ ജ്യോതി, സിസ്റ്റർ അൻസ ഓണംകുളം എന്നിവരെയും നന്ദിയോടെ ഞങ്ങൾ സ്മരിക്കുന്നു. അമ്മയുടെ കുടുംബാംഗവും ഇന്ന് സ്വർഗത്തിലേക്ക് യാത്രയായിട്ട് 1 വർഷം പൂർത്തിയാവുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഗ്രിഗറി ഓണംകുളം അച്ഛനെയും നന്ദിയോടെ ഓർക്കുകയും അച്ഛൻ്റെ പാവനാത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്യുന്നു. അതോടൊപ്പം മരണം മൂലം നമ്മിൽ നിന്ന് വേർപെട്ടു പോയ ജോസിയമ്മ, ലീമാമ്മ എന്നിവരെയും ഈ അവസരത്തിൽ നന്ദിയോടെയും സ്നേഹത്തോടെയും ഞങ്ങൾ ഓർക്കുകയാണ്. അമ്മയുടെ രോഗാവസ്ഥയിൽ നിത്യവും സന്ദർശിച്ചിരുന്ന ബഹുമാനപ്പെട്ട പ്രോക്ഷാളമ്മയെയും കൂത്രപ്പള്ളി ഭവനാംഗങ്ങൾ ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലയോളമൊക്കെയും അമ്മയെ ശുശ്രൂഷിച്ചിരുന്ന നേഴ്സുമാരായ സിസ്റ്റർ ആനി മരിയ, സിസ്റ്റർ എൽസ എന്നിവരെയും ചേച്ചിമാരെയും മറ്റ് സഹോദരങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. 2018 മുതൽ കൂത്രപ്പള്ളി റീത്ത ഭവൻ മേഴ്സി ഹോമിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്ന ബഹുമാനപ്പെട്ട ഗ്ലോറിയ അമ്മ കഴിഞ്ഞ 2 ആഴ്ചയായി ശാരീരിക അസ്വസ്ഥതകളും ക്ഷീണവും വർദ്ധിച്ചതിനാൽ കൂത്രപ്പള്ളി ഇടവക വികാരി ബഹുമാനപ്പെട്ട തോമസ് മംഗലത്തച്ഛനിൽ നിന്നും രോഗി ലേപനം സ്വീകരിക്കുകയും ചെയ്തു. ഇന്നലെ ഒക്ടോബർ 2-ാം തീയതി പ്രഭാതത്തിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുകയും ചെയ്ത അമ്മ ഈശോ, മറിയം, യൗസേപ്പെ എന്ന പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട തോമസ് മംഗലത്തച്ഛൻ്റെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രോക്ഷാളമ്മയുടെയും സഹോദരിമാരുടെയും പ്രാർത്ഥനാ സാന്നിധ്യത്തിൽ തൻ്റെ ദിവ്യമണവാളൻ്റെ സന്നിധിയിലേക്ക് ശാന്തമായി യാത്രയാവുകയും ചെയ്തു. ജീവിതം പോലെ തന്നെ ശാന്തമായ മരണം. മണവാളനായി കാത്തിരിക്കുന്ന മണവാട്ടിയെ പോലെ മിശിഹായുടെ 2ാമത്തെ ആഗമനം പാർത്തിരിക്കുന്ന തിരുസഭയെ അനുസ്മരിക്കുന്ന ഈ ആരാധനാക്രമ മത്സരത്തിലെ ഏലിയാസ് ലീവ മൂശാകാലത്തിൽ അമ്മ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നന്ദിയോടെ ബഹുമാനപ്പെട്ട ഗ്ലോറിയ അമ്മയെ അനുസ്മരിച്ചുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്കായിരിക്കാം. ഇന്നത്തെ ഈ സംസ്കാര ചടങ്ങുകളിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓണംകുളത്തിൽ ബഹുമാനപ്പെട്ട നോബിൾ അച്ഛനെയും കുടുംബാംഗങ്ങളെയും മറ്റു ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഏറെ നന്ദിയോടെയും സ്നേഹത്തോടെയും സ്മരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഗ്ലോറിയ അമ്മയ്ക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അതിരൂപത പ്രോട്ടോ സെഞ്ചല്ലൂസ് പെരിയ ബഹുമാനപ്പെട്ട ആന്റണി ഏത്തിക്കാട് അച്ഛനാണ്. സഹകാർമ്മികരായി ബലിയർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട നോബിൾ ഓണംകുളം അച്ഛനും
അമ്മയുടെ സഹോദര ഭാര്യയുടെ സഹോദരനായ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ കൊഴുപ്പൻകുറ്റിയിൽ അച്ഛനുമാണ്. ബഹുമാനപ്പെട്ട വൈദികരോട് ചേർന്ന് ഈ ബലിയിൽ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.